എൻ്റെ മോൻ ഇന്നലെ ഇവിടെ വന്നീനി. അപ്പോൾ മോൻ എനിക്ക് കൊണ്ടുവന്ന ഡ്രസ്സ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ചുരിദാറിൻ്റെ ബിറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ മോൻ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ മോൻ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് തയ്ക്കാനുള്ളതാണ് കേട്ടോ. ഓനിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഓനെല്ലാവരും ഹലോ അസ്സലാമു അലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോയും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യത്തേക്ക് പോകാം. അപ്പോൾ ഇന്ന് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് കാണിക്കുന്നുണ്ട് ജസ്റ്റ്. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് 5 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് അറിയിക്കണം തോന്നി. അപ്പോൾ പിന്നെ ഒരു 3-4 വർഷം മുന്നേ ഇവിടെ ഞാൻ ഒരുപാട് അംഗൻവാടിയിൽ വർക്ക് ചെയ്തതാണ്. നരിവേൽ അംഗൻവാടി, കൂറ്റമ്പാറ, ചെറുമ്പറ്റിക്കോട്, അതുപോലെ കൊമ്പങ്കല്ല്, അതുപോലെ കുറേ അംഗൻവാടികളിൽ വർക്ക് ചെയ്തതാണ് കോഴിശ്ശേരിക്കുന്ന്. അപ്പോൾ അവിടുന്ന് പിന്നെ ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികളെ രക്ഷിതാക്കളോട് വന്നിരുന്നു. അന്ന് ഞാൻ ബദാം മിൽക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ അവർക്ക്. അപ്പോൾ അവർ ഇന്നലെ വിളിച്ചിട്ട് അതിൻ്റെ മുന്നേ അതിൻ്റെ റെസിപ്പി എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ബദാം മിൽക്കിൻ്റെ റെസിപ്പി അവരോട് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, തങ്ങൾ ആ ഒരു വീഡിയോ ചെയ്യും ഞങ്ങൾക്ക്. പിന്നെ അത് നല്ലൊരു റെസിപ്പിയാണല്ലോ, ഈ നോമ്പിനൊക്കെ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണല്ലോ. ഡ്രിങ്ക് ആയിട്ടും കുടിക്കാം, നമുക്ക് തരി പോലെ ചൂടാക്കിയിട്ട് അങ്ങനെയും കുടിക്കാം. ബദാം വെച്ചിട്ട് പെട്ടെന്ന് കുതിർന്ന ബദാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ബദാം കാച്ചിയത് പറഞ്ഞുതരാം. പിന്നെ ബദാമിലുള്ള ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ. ഭക്ഷണം കഴിക്കാത്ത ഏതൊരാൾക്കും അത് ബദാം ഒരു ഗ്ലാസ് അതുപോലെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ പിന്നെ അന്നത്തെ ഒരു ദിവസം ഒരു ഭക്ഷണം വേണ്ട. എല്ലാത്തിൽ നിന്നും കിട്ടുന്ന ആ പോഷകങ്ങളെല്ലാം ആ ബദാമിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രം കഴിച്ചാൽ നമുക്ക് ജീവിക്കാം. അത്രയും നല്ലൊരു സാധനമാണ് ബദാം എന്ന് പറയുന്നത് കേട്ടോ. അതിലൊന്നും യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്, ഈ ബദാം കാച്ചിയതെന്ന് പറയുന്നത് നോമ്പ് തുറപ്പിക്കുമ്പോഴും അതുപോലെ നമ്മളെ ഫംഗ്ഷനിലും ഒക്കെ എന്തൊരു അടിപൊളി ഒരു കിടുക്കാച്ചി ഡ്രിങ്കായിട്ടും എല്ലാവർക്കും കുടിക്കാൻ പറ്റും. വിഭവങ്ങളിലൊക്കെ രാജാവാണ്, ഡ്രിങ്കുകളിലും ജ്യൂസുകളിലൊക്കെ രാജാവാണ് നമ്മളെ ഈ ബദാം മിൽക്ക് അറിയണ ഈ ബദാം കാച്ചിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോമ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ 1-2 നോമ്പുണ്ട്. ഏതായാലും നോമ്പ് കഴിഞ്ഞാലും ഇതൊക്കെ ഉണ്ടാക്കി കുടിക്കുക. മഴക്കാലത്താണെങ്കിൽ ചൂടാക്കി കുടിക്കുക, വേനലിലാണെങ്കിൽ നമുക്ക് തണുപ്പിച്ച് കുടിക്കുക. അങ്ങനെയൊക്കെ പറ്റുന്നൊരു പിന്നെ സംഭവമാണ് കേട്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ നമുക്ക് പെരുന്നാളിന് എൻ്റെ മോൻ ഇന്നലെ ഇവിടെ വന്നീനി. അപ്പോൾ മോൻ എനിക്ക് കൊണ്ടുവന്ന ഡ്രസ്സ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ചുരിദാറിൻ്റെ ബിറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ മോൻ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ മോൻ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് തയ്ക്കാനുള്ളതാണ് കേട്ടോ. ഓനിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഓനെല്ലാവരും വീഡിയോയിൽ കാണണം എന്ന് പറയുന്നത്. അപ്പോൾ ഓന് വീഡിയോയിലൊന്നും വന്നിട്ടില്ല. ഇത് അതിൻ്റെ ലൈനിങ്ങും പാൻറ്റും പിന്നെ ഇത് ഷോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഓനോട് പറയും ചെയ്തത് ഭയങ്കര ലംഘലാണ് അത് കുട്ടികൾക്ക് പറ്റണതാണ്. ഞാൻ തള്ളച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞു ഓനോട്. അപ്പോൾ ഓന് ഇഷ്ടമായിട്ട് ഓനെടുത്തതാണ്, ഓൻ്റെ ഉമ്മച്ചിക്ക് ഓനെടുത്തതല്ലേ. അപ്പോൾ പിന്നെ എനിക്കിത് ഇടാതെക്കാൻ പറ്റൂലല്ലോ. നമ്മളെ കുട്ടികളെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് തരുമ്പോൾ നമുക്ക് ഇത് രസമല്ല വേണ്ടെന്നൊക്കെ പറയാൻ പറ്റൂലല്ലോ. എൻ്റെ മോനിക്ക് കൊണ്ടുവന്നതല്ലേ. അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അത് തയ്ച്ച് പെരുന്നാൾ അപ്പോൾ ഇതിന് തയ്ച്ച് കിട്ടുമോ. പിന്നെ കുഞ്ഞാണിയൊക്കെ ഒരു കൂട്ടെടുത്തിക്കണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അതും കൂടെ അത് കാണിച്ചു തരുമ്പോഴത്തേ വീഡിയോ ലെങ്താവും. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞാണിയൊക്കെ എടുത്തത് കാണിച്ചു തരാം. പിന്നെ എമിക്കുട്ടൻ്റെ ഡ്രസ്സും കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം ഇത് ഇപ്പോൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ ബദാം മിൽക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇഷ്ടമായോ ചുരിദാർ തയ്ച്ചിട്ട എങ്ങനെ ഉണ്ടാവും, രസം ഉണ്ടാകുമോ? കുട്ടികൾ കൊണ്ടുവന്ന് തരുമ്പോൾ എന്തായാലും നമുക്ക് അത് ഇഷ്ടമാവും അല്ലേ. മോന് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അപ്പോൾ മോന് ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇടാനാണ് മോന് ഇഷ്ടം. എനിക്കാണെങ്കിൽ കുഞ്ഞാണിയാക്കൊക്കെ ഇങ്ങനെ ഉദിച്ച് തിളങ്ങണ ലങ്കി മറിയുന്ന ഡ്രസ്സാണ് കുഞ്ഞാണിയാക്കൊക്കെ ഇഷ്ടം. പക്ഷെ ഞാനിങ്ങനെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് നോക്കി എടുക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ എൻ്റെ കുട്ടി എടുത്തതുകൊണ്ട് പിന്നെ ഇതങ്ങോട്ട് തയ്പ്പിച്ചിട്ട് ഇടന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബദാം കാച്ചിയ റെസിപ്പിയിലേക്ക് പോകാം. എല്ലാവരും വരും കേട്ടോ. അപ്പോൾ ഇതാ മക്കളെ, ഞാൻ 100 ഗ്രാം ബദാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് നമുക്ക് ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ബദാം മിൽക്കോ ബദാം കാച്ചിയത് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ ഇട്ട് വെക്കുക. ഇല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഇത് തൊലി കളഞ്ഞ് കിട്ടും. നല്ലോണം തിളച്ച വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ. അതല്ല നമുക്ക് ടൈം ഉണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കുതിർന്നു. അപ്പോൾ അത് കണ്ടോ 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇതിൻ്റെ തൊലി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ അതിൻ്റെ തൊലി നമ്മളെ കയ്യിൽ ഇങ്ങോട്ട് പോരും. കണ്ടോ അങ്ങനെ ഓരോ ബദാമും നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഞാൻ 1 ലിറ്റർ പാലിലാണ് ഈ ബദാം മിൽക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 100 ബദാമാണ്. അപ്പോൾ നമുക്ക് 1 ലിറ്റർ പാലിക്ക് ഈ 100 ബദാം മുഴുവനും നമുക്ക് വേണ്ട കേട്ടോ. അതിന് ഇനി കുറച്ച് ഒരു 8-10 അണ്ടിപ്പരിപ്പ് കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള പാല് തന്നെ, പച്ചപ്പാൽ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വീടുകളിൽ നിന്നൊക്കെ വാങ്ങണ പാല്, അത് ആ കുപ്പിയിൽ ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് കുപ്പിയാണ് പാല് വാങ്ങിക്കണേ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഈ ബദാം അരച്ചത് കുറച്ച് പാലിക്ക് എന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ പാന് ചൂടാക്കിയിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളോട് പറയണേ, ഇങ്ങനൊരു ബദാം കാച്ചിയത് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും നിങ്ങളിത് കുടിക്കും. പാർട്ടികളിലൊക്കെ തിളങ്ങാൻ, അതുപോലെ മരുമക്കളെ സൽക്കാരത്തിനൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടല്ലോ, ഇത് പാർട്ടികളിൽ ഇങ്ങനെ തിളങ്ങാൻ പറ്റുന്ന ഒരു ബദാം മിൽക്കാണ് കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ബദാം മിൽക്കാവും. അല്ലെങ്കിൽ ചൂടോടെ കുടിക്കുകയാണെങ്കിൽ ബദാം കാച്ചിയതും ആവും കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും ഒരു 8-10 അണ്ടിപ്പരിപ്പും 100 ബദാമും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ പാലാണ് കേട്ടോ. 500 പാലും കൂടെ ഞാനതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കാരണം 1 ലിറ്റർ പാലാകുമ്പോൾ ഇത് നല്ലോണം കുറുകി വരും. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെറും പാലിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പകുതി പാലും പകുതി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടാനും നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ഉപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം. അത് ഒഴിവാക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള 1.5 ടേബിൾ സ്പൂൺ നെയ്യും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മിൽമൻ്റെ നല്ല ടേസ്റ്റുള്ള നെയ്യ്. ഇനി നമുക്ക് ഇതിപ്പോൾ പകുതി വേവേ ആയിട്ടുള്ളൂ. ഇനി ഇത് നല്ലോണം തിളപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ട് തവി എടുക്കാതെ നമ്മളിത് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചെമ്പട്ടിൻ്റെ ഈ പാത്രത്തിൻ്റെ അരികിലൊക്കെ വെക്കണ പാല്, അതിൻ്റെ കൊഴുപ്പ്, ആ കൊഴുപ്പിലാണ് ഈ പാലിലുള്ള പ്രോട്ടീനും ഗുണങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ തവി വെച്ചിട്ട് ഇതിൻ്റെ വക്കത്തുള്ള കൊഴുപ്പുകളൊക്കെ ഇതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ കയ്യിലോണ്ട് വെച്ച് ഇങ്ങനെ എടുത്ത് പാലിൽ കൂട്ടി കൊടുക്കണം കേട്ടോ. മറ്റേത് അവിടെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് പാലുള്ള കൊഴുപ്പും ടേസ്റ്റും മുഴുവൻ വക്കിന് അങ്ങോട്ട് പിടിക്കും. അപ്പോൾ തീ നല്ലോണം കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് തിളച്ച് പോകും. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ ബദാം കാച്ചിയത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് മക്കളെ നമ്മളെ ബദാം മിൽക്ക് എന്ന് പറയുന്നത്. മരുമക്കളെ സൽക്കാരത്തിനൊക്കെ ഇത് കൊടുത്താലുണ്ടല്ലോ അവർ വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ. ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ്, വയറിന് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ എൻ്റെ മോന് വന്നപ്പോഴാണ് കേട്ടോ മക്കളെ ഞാൻ അതൊക്കെ ഉണ്ടാക്കിയത് മോന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് ചൂടുള്ള ബദാം കാച്ചിയതും പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് ബദാം മിൽക്ക് ആക്കിയിട്ട് തണുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. തണുപ്പിച്ചിട്ടും കുടിക്കാം, ബദാം മിൽക്കായിട്ട് കുടിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പം നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാതെ. മോൻ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡുകളാണ്. അന്ന് അവനും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ബദാം കാച്ചിയത്. അവന് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡ്രിങ്കാണ്, ബദാം കാച്ചിയതും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറെ വരാൻ